ചന്ദ്രയും സണ്ണിയും പ്രണയത്തിലായിരുന്നു. പെട്ടെന്ന് സണ്ണി ചത്തുപോയി. അപ്പം ആ സിറ്റുവേഷനിൽ ജയിച്ചേട്ടൻ വന്ന് പറയുവാണ് ഒരു പാട്ട് വേണം. പക്ഷെ ഇത് മൊത്തം പാട്ടില്ല, ആ ഇച്ചിരി കേൾപ്പിക്കാം. Queen of the night, there's no savior inside. Feudalist to fight in the prison of my life. ഇതായത് ചന്ദ്ര എന്നൊരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് ആണ് വേണ്ടത്. അപ്പൊ ഒരു നീലി, ഒരു യക്ഷി, ഒരു വാമ്പയറിന്റെ ഫീലിങ്സ്, ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുന്ന പോലത്തെ ലിറിക്സ് വേണം. ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് ആയിട്ട് കേരളത്തിൽ അധികം ആളുകൾ ഇല്ലായിരുന്നു. നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇസ് എ ബിഗ് എക്സാമ്പിൾ. ഗ്ലോബൽ സ്റ്റാർഡം റെക്കഗ്നിഷൻ കിട്ടി. വേടൻ, ഡബ്സി ഇവരൊക്കെ റൈറ്റിംഗിലും റാപ്പ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങി. നീതളാർന്നു പെയ്ത മഴയിൽ ആകാശമേ തഴുകുന്നു മണ്ണിലിനിയും മിരവാകവേ. വേടൻ ഓർ ഡാപ്സി? വേടൻ. ജസ്റ്റിൻ ബീബർ ഓർ ചാർലി പുത്ത്? ചാർലി. You don't like Justin Bieber? ഇഷ്ടക്കേടൊന്നുമില്ല. He's good. He's really talented. But I love him. Yeah, but I think technically Charlie Puth is a genius. Yes. ഗ്ലാസ് തട്ടുന്ന ശബ്ദമായാലോ, നമ്മൾ ഈ മാച്ച് സ്റ്റിക്കിന്റെ ലൈറ്റ് കത്തിക്കുന്ന ശബ്ദം അൾട്ടിമേറ്റ്ലി ട്രാക്കിൽ ഇടുമ്പോ നല്ല ഭംഗിയായിട്ട് വരും. അനിരുദ്ധ് മറ്റേ ജയിലറിനകത്ത് കോഴിയുടെ ഒരു ശബ്ദം, അത് പുള്ളി സ്വന്തം വോക്കൽ കൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ചെയ്തിരിക്കും. അതെ. ജീവി പ്രകാശിന്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഞാൻ പാടുന്ന വല്ലോണ്ടോ? അത് ദിബു നയനാണ്, ജീവി പ്രകാശ് അല്ല. ചെയ്യണേ. ഹായ്, ഹലോ, നമസ്കാരം. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇപ്പോൾ ഗ്ലോബൽ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ ഒരാള് നമ്മളോടൊപ്പം ഇന്ന് ചേരാൻ വന്നിരിക്കുകയാണ്, സേബ ടോമി. ഹായ് സേബ. ഹലോ. അപ്പൊ ആക്ച്വലി പുള്ളിക്കാരത്തി പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ലിറ്ററലി ആ പാട്ട് 2 ദിവസം ആയതേ ഉള്ളൂ റിലീസായിട്ട്, ഒഫീഷ്യലി റിലീസായിട്ട്. പക്ഷേ ഭയങ്കര വലിയൊരു അപ്രീസിയേഷൻ ആണ് പുള്ളിക്കാരി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. You can try but you'll never know. Live like this and to never show. Roots that never hold, never grow. Running out of places to go. Queen of the night, there's no savior inside. Feudalist to fight in the prison of my life. Now it's just another day and another place. Now it's just another day and another place. Wow. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ട് പാടിയിട്ട് സിനിമ കണ്ട് അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ? അയ്യോ, ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് ഒരു ഫീലിംഗ് ആണത്. നമ്മള് ഞാനിത് ആക്ച്വലി എഴുതിയതും ഞാനാണ്, സോങ് പാടിയതും ലിറിക്സ് എഴുതിയതും ഞാനാണ്. യെസ്. സോ രണ്ടും ഒരു ലൈക്ക് ലിറിക്സ് എഴുതുന്നത് ഫോർ ഫിലിം സോങ് തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. യെസ്. സോ രണ്ടും അവസാനം ഒരു ഫിലിം സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഒരുമിച്ച് പോയി കണ്ടത്. അവർക്കൊക്കെ ഭയങ്കര മുംബൈയില്. അവിടുത്തെ ഓഡിയൻസ് ലൈക്ക് നമ്മുടെ മലയാള പടമാണ്, മൊത്തം ഇന്ത്യ ഏറ്റെടുത്തു. അപ്പൊ ആ ഒരു ഇതും വേറൊരു മൂമെന്റ് ആയിരിക്കും. 100%. അതാ ഞാൻ ആക്ച്വലി നമ്മളൊരു മലയാളം ഫിലിമിൽ ഒരു ഇംഗ്ലീഷ് സോങ്, അതും അതിന് ഫുൾ ഇംഗ്ലീഷ് ഒരു സോങ്ങിന് ഇത്രയും ഒരു ലവ് അപ്രീസിയേഷനും റീച്ചും ഞാൻ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ യൂഷ്വൽ കൈൻഡ് ഓഫ് സോങ് അല്ല, മൂവി തന്നെ ഒരു യൂഷ്വൽ. അതാ അൺയൂഷ്വൽ. അതപ്പം എനിക്കൊന്ന് ഈ സോങ്ങിന് തന്നെ നമ്മൾ ആ ഒരു വിഷ്വൽസ് ആയാലും ആ ഒരു നസ്ലനും കല്യാണി മീറ്റ് ചെയ്യുന്ന ആ ഒരു സീന്, അതിന്റെ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട്, അത് എല്ലാം ഒരു നൈസ് കറക്റ്റ് മിക്സ് ആയിരുന്നു എല്ലാം. സോ ഐ തിങ്ക് അത് കാരണം തോന്നുന്നു ഹോപ്പ്ഫുള്ളി പീപ്പിൾ ആർ ലൈക്കിങ് ഇറ്റ്. യെസ്. എങ്ങനെയാണ് ഈ ഒരു അവസരം എങ്ങനെയാണ് വന്നത്? സോ ജേക്സ് ചേട്ടൻ ഞാനിപ്പോ ഒരു 4th or 5th ഫിലിമാണ് ഇപ്പൊ ജേക്സ് ചേട്ടൻ്റെ കൂടെ. യെസ്. ഞാനിപ്പോ കൽക്കി എന്ന് പറഞ്ഞൊരു പടം ടൊവിനോടെ, ആ പടം തൊട്ടാണ് ഞാൻ തുടങ്ങിയത് പണ്ട്.
പിന്നെ കൽക്കി കഴിഞ്ഞിട്ട് ഗരുഡൻ, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജേക്ക് ചേട്ടനായിട്ട് ഇപ്പൊ കപ്പിൾ ഓഫ് ഫിലിംസ് ആയി. സോ ഞാനിപ്പോ ഒരു കംഫർട്ടബിൾ ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നതിന് ചേട്ടനൂടെ. പിന്നെ കപ്പിൾ ഓഫ് മന്ത്സ് ഇതുപോലെ എന്നെ വിളിച്ചു, ഇങ്ങനത്തെ ഒരു പടം ഉണ്ട്, വലിയ ബ്രീഫില്ല, ആ സമയത്തൊന്നും നമുക്ക് ഇതിന്റെ ഒരു സ്കെയിൽ അറിയത്തില്ലല്ലോ. ലോക്കാന്ന് പറയുന്ന പടം ഉണ്ട്, കല്യാണിന് നസ്ലിനും ഉണ്ട്, ഇതാണ് സംഭവം വേണ്ടത്, ഡയറക്ടർ വിളിക്കും, കുറച്ചുകൂടി ബ്രീഫ് തരും, എഴുതണം എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷുവർ, ലൈക്ക് ഐ വാസ് ഇൻട്രസ്റ്റഡ്. അപ്പം ഡൊമിനിക് ഹി കോൾഡ്, അപ്പൊ ഹി ഗേവ് മീ. ഡൊമിനിക് അരുൺ ഡയറക്ടർ ആണെന്നറിയാം, പക്ഷെ ഡൊമിനിക്കിനെയും ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് ഫ്യൂ ഫിലിംസ് ആണ്. അപ്പൊ സെക്കൻഡ് ഫിലിം. സോ ഹി കോൾഡ് ആൻഡ് ഹി ബ്രീഫ്ഡ് എന്താണ് സംഭവം. ഇതായത് ചന്ദ്ര എന്നൊരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് ആണ് വേണ്ടത്. അപ്പൊ ഒരു നീലി, ഒരു യക്ഷി, ഒരു വാമ്പയറിന്റെ ഫീലിങ്സ്, ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുന്ന പോലത്തെ ഒരു ലിറിക്സ് വേണം. അപ്പോഴും പറഞ്ഞിട്ടില്ല സൂപ്പർ ഹീറോ ആണെന്ന്. സൂപ്പർ ഹീറോ ആണ്, ഫീമെയിൽ സൂപ്പർ ഹീറോ ആണ്, അറിയാം, അതൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റോറി കുറച്ച് ബ്രീഫ് തന്നു, കഥ എന്താണെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഒരു റീലിന്റെ വിഷ്വൽ അയച്ചു തന്നു. അത് കണ്ടാണ്, റെഫറൻസ് പോലെയാണ് ഞാൻ എഴുതിയതും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഞാൻ എന്റെ പാർട്ട് ചെയ്തു, റെക്കോർഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പക്ഷെ റിലീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഹ്യൂജ് ഇമ്പാക്ട്. സോ ലോകയ്ക്ക് ശേഷം ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം ആളുകളിൽ വരുന്ന കോളുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു മാറ്റം ലൈഫിനുണ്ടാക്കിയ ഒരു മാറ്റം എന്തൊക്കെയാണ്? ബിക്കോസ് എനിക്ക് ഓണസ്റ്റ്ലി ഇത് ആക്ച്വലി ഈ പാട്ട് പടം ഇറങ്ങിയിട്ട് കുറച്ച് വീക്സ് കഴിഞ്ഞിട്ടാണ്, ഇതാണ് ഏറ്റവും റീസെന്റ് കുറച്ച് ടൈം എടുത്ത് ഇറങ്ങിയ സോങ് ആണ് ഇത്. 2 ദിവസമായിട്ടേ ഉള്ളൂ, ഐ വാസ് ആക്ച്വലി വെയിറ്റിംഗ്. കാരണം ഞാനിപ്പോ പാട്ട് പാടി കഴിഞ്ഞു, ലൈക്ക് ആൾക്കാർ ചോദിക്കാ ഏതാ പാട്ട്, ലൈക്ക് പാട്ടിന്റെ സത്യം. എന്റെ ഇൻസ്റ്റഗ്രാം മൊത്തം ആൾക്കാരൊക്കെ വെൻ ഇസ് ദ സോങ് റിലീസിങ് പറഞ്ഞ് ചോദിക്കണ ആൾക്കാരായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അവരോട് വരും ശാന്തി, പേഷ്യൻസ്, ഇറ്റ് വിൽ കം. ബട്ട് ഫൈനലി ഇറ്റ് റിലീസ്ഡ് ആൻഡ് ഇത്രയും റിസെപ്ഷൻ ഞാനും പ്രതീക്ഷിച്ചില്ല, ഓണസ്റ്റ്ലി. ഇറ്റ് വാസ് മാസീവ്. ആൻഡ് അപ്പൊ കുറെ പേര് അത് അല്ലാണ്ട് ഇപ്പൊ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ കവർ ചെയ്യുന്നുണ്ട് പാട്ട്. അത് തന്നെ കേൾക്കാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ്സ് വെരി വെരി ഹാപ്പി. റിയൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പം പടത്തിന്റെ പ്രൊഡ്യൂസറിനെ പറ്റി പറയുവാണെങ്കിൽ എടുത്തു പറയണം, ദുൽഖർ സൽമാൻ. അപ്പം പുള്ളിയായിട്ട് എന്തെങ്കിലും രീതിയിലൊരു ഇന്ററാക്ഷനോ ഡയറക്റ്റ് ഇന്ററാക്ഷൻ അങ്ങനെ ആയിട്ടില്ല. പിന്നെ ത്രൂ ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഇപ്പൊ പ്രൊഡക്ഷൻ ഹൗസസ് ഒക്കെ അവരുടെ വെഫേറേഴ്സ് ആയിട്ട് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൊളാബറേഷൻ ഉള്ളൂ. ദുൽഖറിനെ ഡയറക്ട്ലി ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹോപ്പ് ടു. സക്സസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ എന്തായാലും നിങ്ങൾ അതേപോലെ ഇനി ചന്ദ്ര ചാപ്റ്റർ 1 ആയിട്ടുള്ളൂ. Okay, I dressed up like somebody from the മറ്റേ ഇത് ചന്ദ്രൻ എന്ന് വേണേ പറയാം, ചാപ്റ്റർ 2. ചന്ദ്രൻ ചാപ്റ്റർ 2. ഓക്കെ, അല്ല അപ്പം ഇനിയും ഒരു 4 പാർട്ടോടെ വരാനിരിപ്പുണ്ട്. അപ്പൊ അതിലുള്ള എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? നമുക്കിത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്, ഓണസ്റ്റ്ലി. ലൈക്ക് ഈ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇവർ ഇത്രയും ടെക്നിക്കലി സച്ച് എ ഹെവി സാധനമാണ് ഇവരിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ലൈക്ക് മാസിവ്ലി ബ്യൂട്ടിഫുൾ. നമ്മുടെ ഈ ഇന്റർനാഷണൽ ലെവൽ ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ദ റെസ്റ്റ് ഓഫ് ദ മൂവി. നെക്സ്റ്റ് വരാൻ പോകുന്നത് ടൊവിനോ വെച്ചിട്ടാണെന്ന് ശാന്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ശാന്തിയൊക്കെ ആയിട്ടുള്ളൊരു ശാന്തി ഇതുപോലെ ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് ലൈക്ക് ഷീ റീച്ച്ഡ് ഔട്ട്. ഐ മീൻ കറസ്പോണ്ടൻസ് വിത്ത് ഹർ. ഷീസ് വെരി സ്വീറ്റ്. ലൈക്ക് ഇപ്പൊ ലൈക്ക് നല്ലോണം ലൈക്ക് അപ്രീഷിയേറ്റ് ചെയ്ത വർക്കിനും whatever she is able to do ഹെൽപ്പും എല്ലാം ചെയ്യുന്നുണ്ട്. ലൈക്ക് പ്രൊമോഷൻ ആയാലും എല്ലാത്തിനും ലൈക്ക് ഷെയർ ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്. വെരി ഇംപ്രസ്ഡ് ഓൾസോ വിത്ത് ഹർ വർക്ക്. ജേക്ക് ചേട്ടനെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ് ഓരോ പടത്തിലും. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? I mean, Jake Sennailum, he's very like clear about what he wants in a song. So ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് അത്യാവശ്യം മ്യൂസിക് ഡയറക്ടേഴ്സ് ഐ ഹാവ് ഹാഡ് ദ ഓണർ ടു വർക്ക് വിത്ത്. അപ്പോൾ എനിക്ക് ഉള്ളതിലൊരു ക്വാളിറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ന മ്യൂസിക് ഡയറക്ടർ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ബി എക്സാക്ട്ലി ക്ലിയർ ഓൺ വാട്ട് യു വാണ്ട്. ലൈക്ക് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ വോയിസും സ്കിൽസും വെച്ച് നമുക്ക് കറക്റ്റ് എന്താണ് എടുക്കാൻ പറ്റുക, അതിന്റെ ഒരു സ്കില്ലാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സ്കിൽ. അപ്പൊ അത് കപ്പിൾ ഓഫ് ഡയറക്ടേഴ്സിൽ ഒന്നാണ് ജേക്ക് ചേട്ടൻ. ചെറുപ്പം തൊട്ട് കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പാടാൻ കഴിയുന്നതെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്.
ഞാൻ കർണാട്ടിക് ഒരു ചെറുപ്പം തൊട്ട് പഠിച്ച് പാടി തുടങ്ങിയ ആളാണ്. പിന്നെ ഞാൻ ഈ ശ്രേയ ഘോഷാലൊക്കെ കേട്ട് ഇന്ത്യൻ ഫിലിം മ്യൂസിക്, നമ്മുടെ മലയാളം പഴയ പാട്ടുകളൊക്കെ പാടി കേട്ട് വളർന്നൊരു ആളാണ്. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് ഇതുപോലെ ഞാനൊരു സ്കൂളിലായിരുന്നപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ വീട്ടിൽ കുറെ ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ഒരു 6th 7th ഗ്രേഡ് ഒക്കെ ആയപ്പോൾ വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് അതിങ്ങനെ കേട്ട് കേട്ടാണ് ഞാൻ പഠിച്ചത്. സോ ഐ വുഡ് സേ മോസ്റ്റ് ഓഫ് മൈ വെസ്റ്റേൺ മ്യൂസിക് ഞാൻ സെൽഫ് ടോട്ട് ആണ്. പിന്നെ ഗ്രേഡ് എക്സാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രിനിറ്റിയുടെ കുറച്ച് ഗ്രേഡ് എക്സാംസ് ചെയ്തു. അപ്പൊ അങ്ങനെയായി വന്നതാ. പിന്നെ ഇപ്പൊ ഞാനൊരു couple of 5-6 years ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വെസ്റ്റേൺ വോക്കൽസ്. Okay, and I heard you learned the Western music from abroad or somewhere like that. Abroad പഠിച്ചല്ല, സർട്ടിഫിക്കേഷൻ ഇസ് ഫ്രം കോളേജ്, ട്രിനിറ്റി മ്യൂസിക് ലണ്ടൻ കോളേജ്. Okay. അപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും? ടോട്ടൽ ഓവർ ദ ഗ്ലോബ് അങ്ങനെ ചോദിക്കരുത്. അത് മാത്രം ചോദിക്കരുത്. ഒരു സിംഗറിനോട് ഏറ്റവും ഫേവറേറ്റ് ആരാത് ചോദിക്കരുത്. എങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആരായിരിക്കും? അത് ഐ തിങ്ക് എൻ്റെ ഓരോ സ്റ്റേജസ് ഓഫ് മൈ ലൈഫിൽ ദർ ഈസ് ഓൾവേസ് ബിൻ ഡിഫറെൻറ്റ് ഫേവറേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ. ലൈക്ക് എൻ്റെ ഒരു സ്കൂൾ ടൈമിങ്ങിലൊക്കെ ശ്രേയ ഘോഷാൽ ഭയങ്കര പ്രാന്തായിരുന്നു. പിന്നെ ഞാൻ വെസ്റ്റേൺ പാടി തുടങ്ങിയപ്പോൾ വിറ്റ്നി ഹ്യൂസ്റ്റൺ, നമ്മുടെ പഴയ അഡൽ, അവരൊക്കെ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസസ് ഒക്കെ ആയിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് ചേഞ്ചസ് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് അറിയപ്പെടാനാണോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ ആയിട്ട് അറിയപ്പെടാനാണോ? അറിയപ്പെടണമെങ്കിൽ എനിക്കും 100% എൻ്റെ ഓൺ മ്യൂസിക്കിന് അറിയപ്പെടാനായിരിക്കും ഒരു ആഗ്രഹം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ പ്ലേ ബാക്ക് സംതിങ് ദാറ്റ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ മ്യൂസിക്കിൽ വലിയൊരു ബാങ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് ആയിട്ട് എസ്പെഷ്യലി കേരളത്തിൽ അധികം ആളുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ആണ് ഇപ്പം സിനിമകളിലേക്ക് പാടാൻ ക്ഷണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വേടൻ ആയിക്കോട്ടെ, ഡബ്സി ആയിക്കോട്ടെ. അപ്പം ആ ഒരു ചേഞ്ച് ആസ് എ മ്യൂസീഷ്യൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ലൈക്ക് ഹാപ്പി ടു സീ ഇറ്റ്. കാരണം എനിക്കൊന്ന് നമ്മളെ മലയാളം എടുക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ അവിയല്, 13 AD, മദർ ജെയിൻ, ഇവരൊക്കെ ആയിരുന്നു ഇൻഡിപെൻഡന്റ് മ്യൂസിക്. മെറ്റൽ റോക്കിന് ആ ഒരു മ്യൂസിക് കേൾക്കണ വ്യൂവേഴ്സിന്റെ നല്ല കോർ ഫാൻസ് ഉണ്ടായിരുന്നു ആ ബാൻഡ്സിന്. പക്ഷെ ഇപ്പൊ നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കുറെ ആർട്ടിസ്റ്റ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തന്നെ നല്ല സ്റ്റേജസും കിട്ടുന്നുണ്ട്. നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇസ് എ ബിഗ് എക്സാമ്പിൾ. ഗ്ലോബൽ സ്റ്റാർഡം റെക്കഗ്നിഷൻ കിട്ടി. സോ ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. ആൻഡ് ഇപ്പൊ നമ്മുടെ ഫിലിമിലായാലും ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസിനായാലും കുറച്ചൊരു സ്പേസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെ, വേടൻ, ഡബ്സി, ഇവരൊക്കെ റൈറ്റിംഗിലും റാപ്പ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. സോ എനിക്ക് ഈ പാട്ടിൽ തന്നെ ലൈക്ക് എനിക്ക് എഴുതാനൊരു ചാൻസ് കിട്ടിയത് ഇസ് ലൈക്ക് ബിഗ് ഓപ്പർച്യൂണിറ്റി. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പൊതുവെ ഇപ്പൊ ലിറിക്സിസ്റ്റ് വേറെ സിംഗർ വേറെ, ഇപ്പം അതിനൊരു മാറ്റം അവര് തന്നെ എഴുതി അവര് തന്നെ പാടാൻ സിനിമയിൽ 100%. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ആയിട്ട് കൊളാബറേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമോ? കൊളാബറേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അതല്ല, ഇപ്പൊ ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക്. ഇപ്പൊ ഗൗരി ലക്ഷ്മി ഉണ്ട്, അല്ലെങ്കിൽ സന മൈദൂട്ടി. ആഗ്രഹങ്ങള് കുറെ ഉണ്ട്. There's a few like indie artists and a lot of people that I would love to work with. But എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ തന്നെ ഒരു വോയിസും സൗണ്ട് കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫൈൻഡ് ചെയ്തിട്ട് അത് നല്ലൊരു കൊളാബറേറ്റ് ചെയ്യാനായിരിക്കും എൻ്റെ ഒരു ആണ്. അവരിങ്ങോട്ട് വരട്ടെ, കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു പാട്ടൂടെ നമുക്ക് കേട്ടാലോ? ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് പാടാൻ പറഞ്ഞ കംഫർട്ട് ആയിട്ട് തോന്നുന്ന പാട്ടായിരിക്കും? അല്ല, സ്വന്തം പാട്ടല്ലാതെ ഞാൻ എപ്പോഴും ഒബ്സസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് കാണുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ കുറെ സോങ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചോദിച്ചാ ഏത് ലാംഗ്വേജ് ആ വേണ്ടേ? ബില്ലി ഐലിഷിന്റെ ഒരു പാട്ടായിരുന്നു. ഓക്കേ, ഷുവർ. Nice. Come on. I've been watching you for some time. Can't stop staring at those ocean eyes. Whirling cities in napalm skies. 15 players inside those ocean eyes. Your ocean eyes. ആക്ച്വലി ബെലിയുടെ ഫസ്റ്റ് സോങ് ആണ് ഇതല്ലേ? ചെറുതായിരുന്നപ്പോ റിലീസ് ചെയ്തത്. ഇതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ട്, അറിയോ? ഇതെന്താ സോഫാർ ഗിഗ്സിന് എന്തോ ലൈക് സൗണ്ട് ക്ലൗഡിൽ ആക്ച്വലി ഇത് ബിലി ഈ പാട്ട് പാടിയിട്ട് സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത്. അപ്പൊ അന്ന്
ആരും അല്ലായിരുന്നു. അട്ട് കിടന്നുറങ്ങി, രാവിലെ എണീച്ച് എണീറ്റപ്പോ ഇത് നോക്കിയപ്പോൾ ഹിറ്റായി. ഭയങ്കര Yeah, yeah, വൈറലായി, yeah, I അങ്ങനെ remember, കോൾസ് yeah. വന്നു. അങ്ങനെയാണ് ബില്ലി ഐലിഷ് ആയിട്ട് മാറുന്നത്. അപ്പം പാട്ടിന് അങ്ങനെ ഒരു പവർഫുൾ, Yeah, 100%, yeah. അപ്പൊ അതിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. Very much, yes. എൻ്റെ അടുത്ത് കുറച്ച് ഇനി റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്, ഉം. അത് അയ്യോ. നേരിടാൻ തയ്യാറാണോ? തയ്യാറാണ്, പോരട്ടെ. ഇത് എനിക്കറിയില്ല. അല്ല, ഇത് എന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം നേരത്തെ നോക്കിയപ്പം പട്ടപ്പെട്ടാന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞ് ഉത്തരം പറഞ്ഞു പോകുന്നത്. രണ്ട് ഓപ്ഷൻ തരും, യു ക്യാൻ ചൂസ് വൺ ഫ്രം ദാറ്റ്. MCQ ആണ് അപ്പൊ. സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് നല്ല പെട്ടെന്ന് കാര്യം. തോന്നിയ ഒരു മ്യൂസിക് റിലേറ്റഡ് സംഭവം. യേശുദാസ് ഓർ MG ശ്രീകുമാർ? യേശുദാസ്. യേശുദാസ്. ജസ്റ്റിൻ ബീബർ ഓർ ചാർലി പുത്ത്? അയ്യോ. ചാർലി പുത്ത്. ചാർലി പുത്ത്. Why? You don't like Justin Bieber? ഇഷ്ടക്കേടൊന്നുമില്ല. He's good. He's really talented. But Yeah, I love him. yeah, but I think technically Charlie Puth is a genius. Yes. ചാർലി പുത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ലൈക്ക് പുള്ളി ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, ഒരു പരിപാടി ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കുറെ ഇങ്ങനെ വീഡിയോസ് ഇറക്കാറുണ്ട് ചാർലി പുത്ത്. അതായത് ഇപ്പം ഓഡിയൻസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ചാർലി പുത്ത് സ്വന്തമായിട്ട് ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് മ്യൂസിക്കില് പെർഫെക്റ്റ് പിച്ച് ഉണ്ട് ചാർലി പുത്തിന്. അതെ. അപ്പൊ അതേപോലെ ഇപ്പൊ ഇന്ത്യ മ്യൂസിഷ്യൻ ആണല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഇതെനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ട് 100%. ഇപ്പൊ ഞാൻ ആക്ച്വലി പ്രൊഡക്ഷൻ ഇപ്പൊ ഒരു വർഷം പഠിച്ച ആളാണ്, മ്യൂസിക് പ്രൊഡക്ഷൻ. പക്ഷെ ഞാൻ എന്റെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാറായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. സോ ഇപ്പൊ ഇറക്കിയിരിക്കുന്ന 2 ഐ ഹവ് ഗോട്ടൻ അതർ പീപ്പിൾ ടു ഡു ദ മ്യൂസിക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തൊരു സൗണ്ട് എടുത്താലും അതിങ്ങനെ ഇപ്പൊ സോഫ്റ്റ്വെയർ ഉണ്ട്, ലൈക്ക് യു ഹാവ് യുവർ ഡോസ്, എല്ലാം മനിപ്പുലേറ്റ് എന്ന് പറയാം. അതെല്ലാം നമുക്കത് പ്രോസസ് ചെയ്തെടുക്കാം. പ്രോസസ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഗ്ലാസ് തട്ടുന്ന ശബ്ദമായാലോ, നമ്മൾ ഈ മാച്ച് സ്റ്റിക്കിന്റെ ലൈറ്റ് കത്തിക്കുന്ന ശബ്ദം, everyone uses the most randomest sounds. പക്ഷെ അതായിരിക്കും അൾട്ടിമേറ്റ്ലി ട്രാക്കിൽ ഇടുമ്പോ നല്ല ഭംഗിയായിട്ട് വരും. ഇപ്പൊ അനിരുദ്ധ് മറ്റേ ജയിലറിനകത്ത് ഒരു കോഴിയുടെ ഒരു ശബ്ദം, അത് പുള്ളി സ്വന്തം വോക്കൽ കൊണ്ട് തന്നെ അപ്പൊ ആ രീതിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ കേട്ടോ. അത് ഇനി നമ്മൾ പ്രേക്ഷകർ 2 പാട്ടേ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്കി ചെയ്യും. പിന്നെ വിസ് ഖലീഫ ഓർ സ്നൂപ്പ് ഡോഗ്? അയ്യോ, എന്റെ ജോണർ അല്ല ഇത്. You know what, I will go with the OG Snoop Dogg. Okay, nice. വേടൻ ഓർ ഡാപ്സി? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാ ഇതൊരെണ്ണം ചൂസ് ചെയ്ത പ്രശ്നമാവോ? മറ്റേത് ചൂസ് ആവാണ്ട് എനിക്ക് ആലോചിക്കട്ടെ. I would say വേടൻ. വേടൻ. Why വേടൻ? അലിഫ് വേടന്റെ അല്ലേ? ഒന്ന് പാടിയേ. അലിഫ്. അയ്യോ അല്ല, വേടന്റെ അല്ല. ആരുടെയാ? അല്ലല്ല, അയ്യോ ഡബ്സിയുടെ ആണോ? അത് ഡാപ്സിയുടെ അല്ലേ? എനിക്കത് കൺഫേം അല്ല. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ട്രാക്ക്, ഭയങ്കര ഇഷ്ടമാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ട്രാക്ക് അത് ഓരോരുത്തരുടെ ഡിഫറെന്റ് പ്രോജക്ട്സ് എനിക്ക് ഇഷ്ടമാണ്. അതാ മഞ്ഞുമേലിലെ സോങ്സ്, അതാ വേടൻ ചെയ്ത അത് പ്രോജക്ട്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ഐ എം നോട്ട് റോങ്, ഡബ്സി അല്ല അത് പോട്ടെ, എങ്കിൽ വേടന്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങും ഡാപ്സിയുടെ ഇഷ്ടപ്പെട്ട ഒരു സോങ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അലിഫ് ഡബ്സി അല്ലേ? ക്ഷമിക്കണം. അപ്പോൾ അലിഫിന് വേണ്ടി ഡബ്സി, മഞ്ഞുമേലിന്റെ ട്രാക്സിന് വേണ്ടി വേടൻ. സെലീന ഗോമസ് ഓർ ബിലി ഐലിഷ്? ബിലി ഐലിഷ്. അനിരുദ്ധ് ഓർ GV പ്രകാശ്? ടഫാക്കി. GV പ്രകാശ്. എന്റെ അച്ഛൻ അവിടെ സൈഡിൽ നിന്ന് അല്ല ലൈക്ക് ഒരു ഫാൻ ഫോളോ വെച്ച് കഴിഞ്ഞാൽ മേ ബി അനിരുദ്ധ് വിൽ ബി ദ. നമ്മള് ഫാൻ ഫോളോയിങ് കാരണം അത് എടുക്കണമെന്ന് അതെ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള ആളാണ് ദേവ എന്ന് ഇന്റർവ്യൂലൂടെ മനസ്സിലാക്കി കാണും. ഇഷ്ടപ്പെട്ട അനിരുദ്ധിന്റെ ഒരു സോങ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അയ്യോ, കുറച്ച് ഓപ്ഷൻസ് പറയാൻ ഞാൻ പിക്ക് ചെയ്യാം. ജയിലറിലെ സോങ്സ് എനിക്ക് അത്രയും, ഞാൻ ആക്ച്വലി വലിയ ഈ മാസ് മൂവീസ് അത്രയും കാണുന്ന ആളല്ല. സോ എനിക്ക് വലിയ ആ ഒരു സോങ്സിന്റെ അറിയത്തില്ല. ഫസ്റ്റ് ഫിലിം തന്നെ
സോങ്സ് ഓക്കെ. ജീവി പ്രകാശിന്റെ ഇഷ്ടപ്പെട്ട ഒരു സോങ്? ഞാൻ പാടുന്ന വല്ലതും ഉണ്ടോ? അത് ദിബു നയനാ, ജീവി പ്രകാശ് അല്ല. കട്ട് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. പാടിയത് പുള്ളിയല്ലേ? പ്രദീപ് കുമാർ. റിസർച്ച് ചെയ്തിട്ട് വരൂ. ഇല്ല, ലൈക്ക് പുള്ളിയാണല്ലോ സ്ക്രീനിൽ കാണുന്നത്, ഞാൻ അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു. എന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആക്കും. അടുത്ത അരിയാന ഗ്രാൻഡെ ഓർ ബേബി റെക്സാ? അരിയാന ഗ്രാൻഡെ. ഓക്കെ. ഈ അരിയാന ഈ പറയുന്ന പോലെ വോക്കൽ കൊണ്ട് ഒരുപാട് വോക്കൽ പ്രൊഡക്ഷൻ നല്ലോണം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ? 100%. എനിക്ക് ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ഫീൽഡ്. സോ ഞാനിപ്പോ കുറച്ച് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഡു വോക്കൽ അറേഞ്ച്മെന്റ്, വിച്ച് ഇസ് വോക്കൽ ഡിസൈനിങ് ഫോർ വേറെ ആൾക്കാരുടെ പ്രോജക്ട്സിന്, വിച്ച് ഇസ് ബേസിക്കലി നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ നമ്മുടെ വോയിസ് ഉപയോഗിച്ചിട്ട്, വോക്കൽസ് മാത്രം ഉപയോഗിച്ചിട്ട് കുറെ ലൈക് ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് പോലെ അറേഞ്ച് ചെയ്യുക, ഹാർമണീസ് ഒക്കെ വെച്ചിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയാനയുടെ കൂടുതൽ കുറെ ചെയ്യുന്ന. ഷീ സമൺ ഹു ഡസ് ദാറ്റ് വെരി വെൽ. പൊസിഷൻസ് ഒക്കെ ആണെങ്കിലും രണ്ടൊരു പാടോ പൊസിഷൻസ്? എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആ. You can switching positions for you, looking in the kitchen and in the bedroom, I'm the Olympic sign jumping through. Nice. You nailed it. സിംഗേഴ്സിന്റെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പാട്ട് പാടുന്നത് മാത്രമല്ലാതെ സിനിമയിൽ അഭിനയിക്കാനും വരുന്നു. ഇപ്പം സേബാനെ ഇനി നമ്മൾ ആ രീതിയിൽ കാണാം. വിളിച്ചാൽ ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വിളിക്കൂ. ഓക്കെ. എങ്കിലും ലൈക്ക് ഇപ്പം നമ്മുടെ സായി അഭ്യങ്കർ ആണെങ്കിലും ലൈക്ക് ഇപ്പം ഡൂഡിലൊക്കെ പുള്ളിയും സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇനി നമുക്ക് ലോകയുടെ സെക്കൻഡ് പാർട്ടിലൊക്കെ അതെനിക്കറിയില്ല. എനിക്ക് ആക്ട് ചെയ്യാൻ ലൈക്ക് ഐ വുഡ് നെവർ സേ നോ. പക്ഷെ എനിക്ക് ആ ഒരു ടാലന്റ് ഒരു സ്കില്ല് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. പണ്ട് സ്കൂളിലൊക്കെ കുറച്ച് സ്കിറ്റും ഡ്രാമയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ ലൈക്ക് ആക്ടിങ് ഇസ് ആ ഒരു സ്കില്ല് നമ്മൾ കുറച്ച് കൾട്ടിവേറ്റ് ചെയ്ത് ആയി വരണം. സോ എനിക്കത് മേ ബി കുറച്ച് പഠിച്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോൾ 100% ഐ ഡോണ്ട് മൈൻഡ് ഓണസ്റ്റ്ലി. മ്യൂസിക് വീഡിയോ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്റെ മ്യൂസിക് വീഡിയോസ് കവേഴ്സ് ഓൺ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ മ്യൂസിക് വീഡിയോയിൽ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ഫ്രം ഒരു ഫിലിം ആക്ടിങ്. ആക്ച്വലി ഈ ലോകയുടെ പ്രോജക്റ്റ് ചന്ദ്രയുടെ ഇത് വന്നപ്പോൾ ബേസിക്കലി നമ്മൾ ആ ഒരു എന്താ ഒരു യക്ഷി വാമ്പയർ നീലി, അവളുടെ ഒരു ലോൺലിനെസ്, ഷീസ് ഇമോഷൻസ് ഉണ്ട്. ലൈക്ക് ഒറ്റയ്ക്ക് ഒരു ജീവിതമാണ്. ഷീ ഹാസ് ടു കീപ് മൂവിങ്. ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും സ്ഥലം മാറിക്കൊണ്ടിരിക്കണം, ലോ പ്രൊഫൈൽ. ദാറ്റ്സ് ആ ഒരു മൂവ്മെന്റ് ആണ് മറ്റേ അനദർ ഡേ അനദർ പ്ലേസ് ആ ലൈൻ ഞാൻ കോയിൻ ചെയ്തത് ആ ക്വീൻ ഓഫ് ദ നൈറ്റ് സോങ്ങില്. പിന്നെ അവളുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ കാൻ മേക്ക് റിയൽ ഹ്യൂമൻ കണക്ഷൻസ്. കാരണം ആരെയും അവര് മരിച്ചു പോകും. ഷീ ഈസ് ലിവിങ് ഫോർ എവർ, ഷീ ഈസ് ഇമ്മോർട്ടൽ. സോ ദെയർസ് എ ലോട്ട് ഓഫ് കോംപ്ലെക്സ് ഇമോഷൻസ് ആ ക്യാരക്ടറിൽ. സോ അത് സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അത് ഒരു ലിറിക്കൽ ആസ്പെക്റ്റിൽ എഴുതുന്ന ഒരു പ്രോസസ്സ് വാസ് വെരി ഫൺ. സോ യാ. ഓക്കെ. അതേപോലെ ഇപ്പം ഈ പാട്ട് എഴുതി കഴിഞ്ഞ ശേഷം ക്വീൻ ഓഫ് ദ നൈറ്റ്, അതിനുശേഷം കിട്ടിയ അപ്രിസിയേഷൻസിൽ ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് തോന്നുന്ന എന്തായിരിക്കും? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പറഞ്ഞാൽ വരുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ആൾക്കാർ ആക്ച്വലി ലിറിക്സ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു, നോട്ടീസ് ചെയ്തു. അവര് ഓരോ ലൈന് പിക്ക് ഔട്ട് ചെയ്തിട്ട് ചില കമന്റ്സും ആൾക്കാർ പറയും ഈ ലൈൻ ഭയങ്കര ഇതായിരുന്നു, ദിസ് ലൈൻ മസ്റ്റ് മീൻ ദിസ്, ലൈക്ക് ഭയങ്കര അവര് ഡീകോഡ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ആ ലിറിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൊടുത്തു, വിച്ച് വാസ് വെരി ലവ്ലി ടു സീ ആസ് എ റൈറ്റർ. അതേപോലെ നമുക്ക് നിർത്തുന്നതിന് മുന്നേ എന്തായാലും ഒരു പാട്ടൂടെ പാടണം, വേണം. ഒരു പാട്ട് ആയാലോ? ഇന്ത്യൻ മ്യൂസിക് ഒറിജിനൽസിന്റെ. ഐ കൻ സിംഗ് വൺ ഓഫ് മൈ ഒറിജിനൽസ് ആക്ച്വലി. I gotta find a way to deny this love that I feel for you.
How soon is soon till I know it's true. This feeling I feel for you. Don't keep me waiting on a miracle. You're taking up my peace of mind, be mine. I'll keep on dreaming till you let me in. But carry me and let me be a part of all of your daydreams. Yeah. ഇപ്പോഴാണ് ആ പാട്ടിന്റെ ഇടയ്ക്ക് അല്ല അത് ഓക്കെ പാട്ട് അടിപൊളിയായിരുന്നു. Thank you. ഒരു 2 ക്വസ്റ്റ്യനോട് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാ കണ്ടത്. ചോദിച്ചോളൂ. ലൈക്ക് അനിരുദ്ധിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് പുള്ളി പെട്ടെന്ന് എന്തെങ്കിലും വരി തോന്നിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് തോന്നിക്കഴിഞ്ഞാൽ റെക്കോർഡ്സിൽ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ധാരാളം ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒന്ന് കേൾപ്പിച്ചു തരണം. എക്സ്ക്ലൂസീവ്. അയ്യോ, ഫോണിൽ അങ്ങനെ കാണുമായിരിക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ലൈക്ക് രാത്രിയിലോ അതാണ് നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ അറിയേണ്ടത്. ആലോചിച്ച് ഒരു ക്രിയേറ്റീവ് മൈൻഡ് എങ്ങനെയാണത് വർക്ക് ആവുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആ അവിടെ ചിന്തിച്ച എന്റെ ഇവിടെ വരും. അതാണ് അതാ അപ്പം ലൈക്ക് എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. നമുക്ക് ലോക ചാപ്റ്റർ 2 ട്രാക്ക് ഇപ്പൊ ഔട്ടായെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇത് മൊത്തം പാട്ടില്ല, ഇച്ചിരി കേൾപ്പിക്കാം. ഹിലേറിയസ്. ഓക്കെ, ബില്ലി ഐലിഷ് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? ആ, പുള്ളിക്കാരുടെ കേൾപ്പിക്കണ്ട, പുള്ളിക്കാരുടെ അല്ല, ആ ഒരു വൈബ് ഒരു സാധനം ഉണ്ട്. അതാണ് നമുക്ക് അറിയേണ്ടത്. ഇറങ്ങിയിട്ടില്ല പാട്ട്. ആക്ച്വലി ഞങ്ങള് കംപ്ലീറ്റ് ചെയ്ത പോലെയില്ല, പക്ഷെ ഇത് ഞാൻ എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്ത കോഴ്സിലെ ഒരു 2 ഫ്രണ്ട്സ് ആണ്. ദേ ഹാവ് ലൈക്ക് ഒരു ഡ്യുവോ ബാൻഡ് പോലെ. സോ അവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങൾ ചുമ്മാ ജാം ചെയ്തപ്പോ ഓൺ ദി സ്പോട്ട് ഒന്ന് ചുമ്മാ ചെയ്തൊരു പാട്ടാണ്. ഇത് മറ്റേ ഓൾഡ് ആ ഒരു വൈബ് സാധനം. ഇറക്കിയിട്ടില്ല ആക്ച്വലി, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പ്ലേ ചെയ്ത ആൾക്കാർ കോപ്പി അടിക്കോ? കോപ്പി അടിക്കാൻ മാത്രമൊന്നുമില്ല. പ്രോസസ് ഞാൻ ജനറലി ഇപ്പൊ എന്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സസ് കേൾപ്പിക്കാറില്ല. ഫിനിഷ് ചെയ്ത് ഇറക്കാൻ താല്പര്യമില്ല എന്ന് അങ്ങനെ കരുതിയിരിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? പക്ഷെ പറയാൻ പറ്റത്തില്ല, അതിപ്പോ എടുത്ത് ഞാൻ ഇങ്ങനെ എപ്പോ റീവർക്ക് ചെയ്തിട്ട് ഇറക്കും അല്ലേ. അങ്ങനെ ഇറക്കാതിരിക്കാത്ത ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തട്ടെ. അപ്പൊ അതേപോലെ ഇപ്പം ലോക ചാപ്റ്റർ 2, ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ലോക ചാപ്റ്റർ 2 ഇറങ്ങി. ഇപ്പം ചന്ദ്രയും നസ്ലിന്റെ ക്യാരക്ടറായ സണ്ണിയും പ്രണയത്തിലായിരുന്നു. പെട്ടെന്ന് സണ്ണി ചത്തുപോയി. അപ്പം ആ സിറ്റുവേഷനിൽ ജയിച്ചേട്ടൻ വന്ന് പറയുവാണ് ഒരു പാട്ട് വേണം. അപ്പം ഒരു പാട്ട്, പെട്ടെന്നൊരു പാട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലെ ഞാൻ അടുത്ത ആളെ വിളിക്കും എന്ന് പറയും. അങ്ങനെ പറയൂല. അല്ല, ജസ്റ്റ് ഇമാജിൻ. എന്നിട്ട് ഒരു പാട്ടൊന്ന് പാടിയാ എങ്ങനെ ഉണ്ടാവും? എഴുതണ്ടേ, ലിറിക്സ് എഴുതണ്ടേ? പെട്ടെന്ന് എഴുതാൻ പറ്റും. ഞാനിപ്പോ ആലോചിച്ച് എഴുതാം. എങ്കിൽ നമുക്കൊന്ന് അറിയണമല്ലോ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. ഒരു 4 വരി മതി. I would എഴുതുവാണെങ്കിൽ I would write you were only part of one lifetime of mine, but it feels like I have loved you for many lifetimes, and I will love you till the end of my time. അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതുമോ? മനസ്സിലായോ? കൊള്ളായിരുന്നു. Thank you. അല്ല, ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ വരി എഴുതുന്നതാണ് പിന്നീട് മ്യൂസിക് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു അടിപൊളി മ്യൂസിക് ആണ്. ഒരു പാട്ടിലൂടെ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്താലോ? ഷോ. ഞാൻ വേറൊരു ഫിലിമിൽ പാടിയിട്ടുള്ളൊരു ഫിലിപ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമിലൊരു ട്രാക്ക് പാടിയിട്ടുണ്ട്. അത് ഹിഷാം അബ്ദുൾ, മറ്റേ ഹൃദയത്തിന്റെ മ്യൂസിക് ചെയ്ത ഹിഷാം, ഹിസ് സോങ് ആയിരുന്നു. ഇതളാർന്നു പെയ്ത മഴയിൽ ആകാശമേ തഴുകുന്നു മണ്ണിലിനിയും ഇരവാകവേ താഴെ വീണുടഞ്ഞ മോഹമേഘം സദാ ഇനിതാ തൊടും നറുമഴ വൃഥ
എന്നിലാ പുതുമഴ. അടിപൊളിയായിരുന്നു. അപ്പോൾ വെസ്റ്റേൺ മാത്രമല്ല മലയാളം സോങ്ങും അടിപൊളിയായിട്ട് പാടാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.